നീമയല്ലേ? അയ്യോ, ഹാരി പറഞ്ഞ പോലെ തന്നെയുണ്ട്. ഞാൻ ഹാരിയുടെ അമ്മായിയാ. ഹാരി അജയേട്ടാ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇത് ആരാ വന്നിരിക്കണേ നോക്കിയേ. മനസ്സിലായോ? നീമ. നീമ? ആ, മോള് വരുന്ന വഴിയാ? ഒറ്റക്കാ വന്നേ? വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല. ചേട്ടനെവിടെ? അകത്തേക്ക് വിളിക്ക്. മോള് അകത്തേക്ക് വാ. ആ ബാഗിങ് ഇതാ. മോള് വാ. ചിറ്റേ, വരൂ. ചിറ്റേ, ഇതാരാ വന്നിരിക്കണം നോക്കിയേ. മോള് ഇരിക്കട്ടോ. രാമേട്ടോ, ഏട്ടോ. അത് ഹരിയുടെ അമ്മയാ, ശോഭ ചേച്ചി. ഹരിക്ക് എല്ലാവരുടെ അമ്മയായിരുന്നു. അമ്മൂരിക്ക് കളിക്കാൻ കൂട്ടായല്ലോ. കുഞ്ഞിനോട് കളിക്കുന്ന പോലെ നമുക്ക് ചേച്ചിയുടെ കൂടെ കളിക്കാം. ഞാനോട് പ്രവേശിക്കാം. ഇഷ്ടായോ ചേച്ചി? ചേച്ചി ഇവിടെ നീമ? ഞാൻ രാമേന്ദ്രൻ, ഹാരിയുടെ അച്ഛനാ. ഈ റിച്ചാർഡ് മേനൻ അതും ഞാൻ തന്നെയാ. കുറച്ചു കാലം പുറത്തായിരുന്നു, UK-ല്. അവിടുന്ന് കിട്ടിയ പേരാ. പിന്നെ ഞാനതും കൂടെ കൂട്ടി. ശോഭ പോയപ്പോ എനിക്ക് നഷ്ടമായത് എൻ്റെ ഹാരിയെ കൂടെ. ഇതിപ്പോ ഇറ്റ്സ് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഞങ്ങളെല്ലാരും കൂടെ ഈ വീട്ടില് ഇങ്ങനെ ഒത്തുകൂടിയിട്ട് അവന് വേണ്ടിയിട്ട്. താങ്ക്സ്. അത് ഞാൻ അതിനിക്കിനി ഒരുപാട് സമയമുണ്ട്. അല്ല, അവനെവിടെ? ഇവിടെ ഇവിടെ ഇതാണ് എൻ്റെ നാടും വീടും എല്ലാം. ഇപ്പം ഞാൻ പെർഫെക്റ്റ് ആയോ? താൻ എന്നോട് സത്യം പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞെല്ലാം വിശ്വസിക്കാതിരിക്കാൻ അത്രയും മോശമാണോ ഞാൻ? താൻ ഒരുപാട് നല്ലതായിരുന്നു. വിശ്വസിക്കാൻ കഴിയാത്ത അത്രയും നല്ലത്. യു ആർ ടു ഗുഡ് ടു ബി ട്രൂ. ഈ ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയ വാക്കുകൾക്ക് പാരഗ്രാഫുമായി ഒരു ബന്ധമില്ല എന്നല്ലേ? ഗ്രാമാറ്റിക്കലി ഇല്ല, പക്ഷെ അർത്ഥം കൊണ്ട് ചിലപ്പോൾ അത് ഈ ജീവിതം തന്നെ മാറ്റിക്കളയും.